നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതം യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ഹൃദയം കൊതിച്ച വഴികളിലൂടെയും വിധി ഒരുക്കിയ വഴികളിലൂടെയും. ചില വഴികൾ നമ്മെ ചിരിപ്പിക്കും, ചില വഴികൾ നമ്മെ തകർക്കും. ചില വഴികളാകട്ടെ നമ്മെ തന്നെ അറിഞ്ഞു തുടങ്ങാൻ സഹായിക്കും. മറ്റു ചില വഴികൾ നമ്മൾ വിശ്വസിച്ചിരുന്നതെല്ലാം നിശബ്ദമായി നഷ്ടപ്പെടുത്തുമെങ്കിലും ഓരോ വഴികളും ഓരോ പാഠം തന്നെയാണ്. നടി പാർവതി തിരുവോത്തിന്റെ ജീവിത വഴികളിലെ ചില ഏടുകളാകട്ടെ ഈ എപ്പിസോഡ്. മലയാള സിനിമയിൽ സ്ത്രീകളുടെ അന്തസ് ഉയർത്തിപ്പിടിച്ച ഒരു നടിയാണ് പാർവതി തിരുവോത്തെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അവസരങ്ങൾക്ക് വേണ്ടി കിടക്ക പങ്കിടാൻ തയ്യാറല്ലാത്ത സിനിമാ മേലാളന്മാർ തെങ്ങിൽ കിടക്കുന്നത് മാങ്ങയാണെന്ന് പറഞ്ഞാൽ അല്ല, അത് തേങ്ങ തന്നെയാണെന്ന് പറയാൻ ആർജവമുള്ള പെൺകരുത്ത്. മലയാള സിനിമാ ചരിത്രത്തിൽ ഉയരങ്ങളിൽ നിൽക്കുന്ന സമയത്ത് ഒരു നടി തന്റെ ഭാവി ജീവിതം പണയം വെച്ച് നിലപാടുകളിൽ ഉറച്ചു നിന്ന് പോരാടുന്നത് സമാനതകളില്ലാത്ത ഒരു സംഭവമാണ്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് നിരന്തരം സംസാരിക്കുകയും മാറ്റങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടുന്ന ധീരയായ ഒരു പെൺകുട്ടി. അതിന്റെ പരിണിത ഫലമായി ഒന്നിനു പുറകെ ഒന്നായി വമ്പൻ ഹിറ്റുകൾ കൊടുത്തിട്ടും അവർക്ക് വളരെ കുറച്ചു പടങ്ങളെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ടേക്ക് ഓഫ്, എന്ന് നിന്റെ മൊയ്തീൻ, ചാർലി, ഉയിര് തുടങ്ങിയവയെല്ലാം വാണിജ്യപരമായി വിജയിച്ച ചിത്രങ്ങളായിരുന്നു. ചില സൂപ്പർ നായകന്മാർ അവരെ മനഃപൂർവ്വം ഒഴിവാക്കാറുണ്ട്. പാർവതി പറയുന്നു, ഒരാളെ നിശബ്ദയാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അയാളെ പട്ടിണിക്കിടുക എന്നതാണ്. അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ ഞാൻ നിശബ്ദയാകുമെന്ന് കരുതിയെങ്കിൽ തെറ്റി, അതെന്നെ കൂടുതൽ കരുത്തുള്ളവളാക്കി മാറ്റി. അവർ പറയുന്നു, മനഃപൂർവ്വം ഒഴിവാക്കുന്നവർക്കൊപ്പം ജോലി ചെയ്യാൻ ഞാനും ഇഷ്ടപ്പെടുന്നില്ല. സ്വയം അഭിനയം വേണ്ടെന്ന് തോന്നുന്നത് വരെ ഞാൻ അഭിനയം തുടരും. സാഹിത്യ ലോകത്ത് മാധവിക്കുട്ടിക്ക് ലഭിച്ച സ്വീകാര്യത പോലെയാണ് മലയാള സിനിമാ പ്രേക്ഷകർക്കിടയിൽ പാർവതി തിരുവോത്തിനുള്ളത്. മലയാള സാഹിത്യ ലോകത്ത് പല സ്ത്രീകളും അവരുടെ ബാല്യ കൗമാര യൗവന കാലത്തെ പല കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില സത്യങ്ങളും അപ്രിയ സത്യങ്ങളും മറകൂടാതെ തുറന്നു പറഞ്ഞിട്ടുള്ളത് മാധവിക്കുട്ടി മാത്രമാണ്. മാധവിക്കുട്ടി അമ്മയാകട്ടെ പുറം ലോകം അറിയരുതെന്ന് കരുതി പലരും പറയാൻ മടിക്കുന്ന അനുഭവ കഥകൾ നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടിയിട്ടുണ്ട്. മാധവിക്കുട്ടിയെ പോലെ തന്നെയാണ് അക്കാര്യത്തിൽ പാർവതി തിരുവോത്തും. പാർവതി പറയുന്ന അർത്ഥവത്തായ ഒന്നുണ്ട്: എല്ലാ പെൺകുട്ടികളുടെ കാര്യത്തിലും നിർഭാഗ്യവശാൽ സംഭവിക്കുന്നത്. നമ്മൾ ജനിക്കുന്നു, വളരുന്നു, ഉപദ്രവിക്കപ്പെടുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ആരോടെങ്കിലും ക്രഷ് തോന്നും. ആ വ്യക്തി നമ്മളെ സ്വകാര്യ ഇടത്തിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുന്നു. കുട്ടിക്കാല ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് അവർ പറയുന്നു, ലൈംഗികതയെക്കുറിച്ച് ആദ്യ ധാരണ ലഭിച്ചത് ടൈറ്റാനിക് എന്ന സിനിമ കണ്ടപ്പോഴാണ്. ആ ചിത്രത്തിലെ ഉമ്മ വയ്ക്കുന്ന രംഗം മനസ്സിലൊരു പുത്തൻ അറിവ് സമ്മാനിച്ചു. ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിലൂടെ തന്റെ അമ്മയോടൊപ്പം നടന്നു നീങ്ങുമ്പോൾ ഒരു അപരിചിതൻ തന്റെ മാറിൽ ബലമായി തട്ടിയതായി അവർ വെളിപ്പെടുത്തുന്നുണ്ട്. ആ പ്രായത്തിൽ അമ്മ പറഞ്ഞു തന്നു, വഴിയിലൂടെ നടക്കുമ്പോൾ പുരുഷന്മാരുടെ കയ്യിൽ നോക്കി വേണം നടക്കാനെന്ന്. അതുപോലെ തന്നെ ചില പുരുഷന്മാർ അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ അവർക്ക് നേരെ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നും പാർവതി പറയുന്നുണ്ട്. അന്നൊക്കെ ഇതൊന്നും വലിയ ഗൗരവമായി കണ്ടില്ലെങ്കിലും പിന്നീട് അതൊക്കെ ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത പിരിമുറുക്കമുണ്ടാകാറുണ്ട്. പുരുഷന്മാർ സ്ത്രീ ശരീരങ്ങളെ പറ്റി വെച്ചു പുലർത്തുന്ന തെറ്റായ ധാരണകളെ കുറിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് പാർവതിക്കുള്ളത്. പോൺ സിനിമകൾ, ലൈംഗിക സിനിമകൾ പലപ്പോഴും പുരുഷന്മാർക്ക് സ്ത്രീകളെ കുറിച്ച് തെറ്റായ ധാരണകളാണ് നൽകുന്നത്. അത്തരം കാഴ്ചകൾ നൽകുന്ന അറിവുകൾ പരമമായ സത്യമാണെന്ന് ദയവായി കരുതരുത്. സ്ത്രീകളെ കുറിച്ച് ചില പുരുഷന്മാർക്കുള്ള തെറ്റായ ധാരണകളെ മാറ്റിമറിക്കുന്നതിനായി മലയാള സിനിമയിലെ ഒരു നായിക നടി നൽകുന്ന ഉപദേശമാണിതെന്ന് ഓർക്കുക. ഇതുപോലെയുള്ള കാര്യങ്ങൾ സമൂഹത്തോട് തുറന്നു പറയാനുള്ള ചങ്കൂറ്റം ഇവിടെ ഏത് നടിമാരാണ് കാണിച്ചിട്ടുള്ളത്? ജീവിതത്തിലെ ചില സത്യങ്ങൾ സിനിമയേക്കാൾ വിചിത്രമാണ്. 2021 പ്രണയ തകർച്ചയ്ക്ക് ശേഷം പാർവതി തിരുവോത്ത് 3.5 വർഷക്കാലം ഏകാന്ത ലോകത്തായിരുന്നു. അന്ന് അവരുടെ അവസ്ഥ കണ്ട സ്നേഹിത അവരോട് പറഞ്ഞു പോലും, ഇങ്ങനെ പോയാൽ നിന്റെ ഉള്ളിലെ പ്രണയവാതിലുകൾ എന്നേക്കുമായി അടഞ്ഞു പോകുമെന്ന്. ഈ സ്നേഹിത പാർവതിയുടെ ഫോണിൽ 2 ഡേറ്റിംഗ് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അതിനോടന്ന് വലിയ താല്പര്യമൊന്നും പാർവതിക്ക് തോന്നിയില്ല. എന്നാൽ പിന്നീട് ഒരിക്കൽ അമേരിക്കയിലുള്ള ലോസ് ഏഞ്ചൽസിൽ ഒരു ജോലിക്കായി പോയപ്പോഴാണ് ഡേറ്റിംഗ് പരീക്ഷിക്കാൻ തീരുമാനിച്ചത്. അവിടെ വെച്ച് തികച്ചും ലളിതനായ മാന്യനായ ഒരാളുടെ പ്രൊഫൈൽ ശ്രദ്ധയിൽപ്പെട്ടു. ആ പ്രണയത്തിന്റെ ഡിജിറ്റൽ ലോകത്ത് മുഖവരയില്ലാതെ ഞാൻ ചോദിച്ചു, നമുക്ക് ഒരു കോഫി കുടിച്ചാലോ? അവർ പറയുന്നു, സാധാരണ ആൾക്കാർ ഡേറ്റിംഗ് ആപ്പിലൂടെ നിരവധി തവണ സംസാരിച്ചതിന് ശേഷം മാത്രമേ നേരിൽ കാണാൻ തീരുമാനിക്കൂ
തീരുമാനമെടുക്കാറുള്ളൂ എന്ന്. പക്ഷേ എന്റെ കയ്യിൽ ആകെ 3 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ആവേശം കണ്ട് അയാൾ അമ്പരന്ന് പോയി. അയാളുടെ മുഖം കാണാൻ ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അയാൾ അയച്ചു തന്ന അയാളുടെ ചിത്രം എന്നെ ആകർഷിച്ചു. അയാൾ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനും എഞ്ചിനീയറുമായിരുന്നു. ഒടുവിൽ ഞങ്ങൾ നേരിൽ കാണുവാൻ തീരുമാനിച്ചു. അങ്ങനെ എന്റെ ആഗ്രഹപ്രകാരം അയാൾ എത്തി. ആ ദിവസം പീരിയഡ്സ് ആയതിനാൽ മാനസികമായും ശാരീരികമായും ആകെ തളർന്നിരുന്നു. എന്നാലും മാളിലെ കൂടിക്കാഴ്ചയിൽ അയാൾ എന്നെ വിസ്മയിപ്പിച്ചു. ഞങ്ങൾ കാപ്പി കുടിച്ചു, സിനിമ കണ്ടു. അങ്ങനെ 8 മണിക്കൂറുകളോളം വിസ്മയ ലോകത്ത് ചിലവഴിച്ചു. മടങ്ങുമ്പോൾ അയാൾ എന്റെ ഹോട്ടൽ വരെ അനുഗമിച്ചു. എന്റെ മുൻകാല ബന്ധങ്ങളിൽ ഒരിടത്തും എനിക്കായി ഒരു മേശ ബുക്ക് ചെയ്യാനോ പൂക്കൾ നൽകാനോ എന്നെ ചേർത്ത് പിടിച്ച് പുറത്തു കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിത്തരാനോ ആരും ഉണ്ടായിരുന്നില്ല. ഈ കൊച്ചു കാര്യങ്ങൾ പോലും എനിക്ക് കിട്ടാക്കനിയായിരുന്നു. എനിക്ക് നഷ്ടമായത് ഇത്തരം ചില സ്നേഹ പ്രകടനങ്ങളായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പ്രായം കൂടുന്തോറും ഒരു പങ്കാളിയോട് എത്രത്തോളം തുറന്നു പെരുമാറണം എന്നതിലൊക്കെ എനിക്കിപ്പോൾ വിരക്തി തോന്നി തുടങ്ങിയിരിക്കുന്നു. എന്റെ ശരീരത്തെയും എന്റെ ആഗ്രഹങ്ങളെയും കുറിച്ച് എനിക്കിപ്പോൾ വ്യക്തമായ ബോധ്യമുണ്ട്. മറ്റൊരാൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നത് വലിയ അധ്വാനമാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയാം എന്ന നിലപാടിലേക്ക് ഞാൻ ചുരുങ്ങുന്നു. ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് പാർവതി പറയുന്നു. എന്നാൽ ഗർഭധാരണ പ്രക്രിയയിലൂടെ കടന്നു പോകാൻ അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഭ്രൂണമൊന്നും ശീതീകരിച്ച് സൂക്ഷിക്കുന്നതുമില്ല. എന്നാൽ പണ്ട് ചെറുപ്പകാലത്ത് അവർ ഒരു അമ്മയാകാൻ ജനിച്ചതാണെന്നും അവർക്കൊരു കുഞ്ഞിനെ പ്രസവിക്കണമെന്നും അവർ അവരുടെ അമ്മയോട് പറഞ്ഞിരുന്നു. കാലങ്ങൾ കുറച്ചു പിന്നിട്ടപ്പോൾ ആ ധാരണയിൽ മാറ്റമുണ്ടായി. ഒരു കുട്ടിയെ ദത്തെടുക്കാമെന്ന തീരുമാനത്തിൽ എത്തപ്പെട്ടു. അവർ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുടെ പേര് അവരുടെ ശരീരത്തിൽ ടാറ്റൂ ചെയ്തിട്ടുണ്ട്. പ്രസവിച്ചില്ലെങ്കിലും ഒരു കുഞ്ഞിനെ വളർത്താനും പരിചരിക്കാനും അവർക്ക് കഴിയുമെന്നും, കാരണം അവരുടെ നായ്ക്കുട്ടിയെ അവർ പരിചരിക്കുന്നത് ഒരു കുഞ്ഞിനെ പോലെയാണെന്നും അവർ പറയുന്നു. മലയാള സിനിമയിലെ വിവാഹിതനായ ഒരു സൂപ്പർ നായകനുമായി അവർക്ക് അരുതാത്ത ബന്ധവും അടുപ്പവും ഉണ്ടായിരുന്നു എന്നും അത് അയാളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്നുമൊക്കെയുള്ള ഗോസിപ്പുകൾ ഉയർന്നിരുന്നു. എന്നാൽ അതിനെക്കുറിച്ചൊക്കെ പാർവതി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. സിനിമാ രംഗത്ത് തനിക്ക് നടന്മാരുമായോ സംവിധായകരുമായോ അടുപ്പമുണ്ടായിട്ടില്ല. എന്നാൽ സിനിമാ രംഗത്തെ ചില ടെക്നീഷ്യന്മാരുമായി ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവർ വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ ആരുമായും പ്രണയമില്ല. എന്നാൽ മുൻ കാമുകന്മാരുമായി ഇപ്പോഴും സൗഹൃദം സൂക്ഷിക്കുന്നുണ്ട്. അവർ പറയുന്നു, ഏതോ ഒരു കാലത്ത് ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചിരുന്നവരാണ്, ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവരാണ്. അവർ സന്തോഷകരമായി ഇരിക്കണമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഞാനിപ്പോൾ സന്തോഷവതിയാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രണയാനുഭവങ്ങളെ കുറിച്ച് പറയുന്ന പാർവതിക്ക് ചിലപ്പോഴൊക്കെ ഒറ്റപ്പെടൽ തോന്നാറുണ്ടെന്നും കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന ദിവസങ്ങളുണ്ടെന്നും മനുഷ്യരുടെ സ്പർശമില്ലാതെ നമ്മൾ കടന്നു പോകുന്ന ദിവസങ്ങൾ ന്യായരഹിതമാണെന്നും അവർ പറയുന്നു. അവരുടെ ആദ്യ തമിഴ് ചിത്രമായ ധനുഷ് നായകനായ മരിയനിലെ ഒരു ദുരനുഭവത്തെക്കുറിച്ച് അവർ ഈയിടെ വെളിപ്പെടുത്തുകയുണ്ടായി. ഷൂട്ടിങ്ങിന്റെ ആദ്യ ദിവസം നായകനോടൊപ്പം നനഞ്ഞുകൊണ്ടുള്ള രംഗമാണ് ചിത്രീകരിച്ചത്. അവർ വീണ്ടും വീണ്ടും എന്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നു. മാറാൻ വേറെ വസ്ത്രമില്ല. അന്ന് എന്നെ സഹായിക്കാൻ എന്നോടൊപ്പം ആളുമില്ല. ഹോട്ടലിൽ പോയി വസ്ത്രം മാറി വരാമെന്ന് പറഞ്ഞപ്പോൾ അതിന് സമയക്കുറവാണെന്നാണ് മറുപടി ലഭിച്ചത്. ആ സന്ദർഭത്തിൽ എനിക്ക് ആർത്തവമാണേ, എനിക്ക് വസ്ത്രം മാറണമേ എന്നുറക്കെ വിളിച്ചു പറയേണ്ടി വന്നു. ആ ചിത്രത്തിലെ പ്രൊഡക്ഷൻ മാനേജറായ കബീർ എന്നോട് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ആ ചിത്രത്തിലെ പ്രധാന നടന്റെ സംസാരത്തിലെ ചില വശപ്പിശകുകൾ മനസ്സിലാക്കിയ പാർവതി നടന്റെ പെരുമാറ്റത്തെക്കുറിച്ച് ഡയറക്ടർ ബാലയോട് പരാതി പറഞ്ഞു. ബാല അയാളെ ശകാരിച്ചു. നീ മര്യാദയ്ക്ക് നിന്നോളണം, അവൾ ആള് പെശകാണ്, അല്ലെങ്കിൽ നീ അവളുടെ കയ്യിൽ നിന്ന് അടിമേടിക്കും. അതോടെ പ്രശ്നം പരിഹരിച്ചു. തമിഴ് നടന്മാർക്ക് അറിയില്ലല്ലോ പാർവതിയുടെ സ്വഭാവം. പാർവതിയോടാണ് കളി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പാർവതി പറയുന്ന എല്ലാ കാര്യങ്ങളെയും ന്യായീകരിക്കാനോ അതിനോട് യോജിക്കാനോ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. കാരണം കുടുംബം എന്ന ഒരു സാമൂഹ്യ സങ്കല്പം മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യമുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് അവർക്ക് തീരുമാനിക്കാം. അങ്ങനെ തന്നെയായിരുന്നല്ലോ മാധവിക്കുട്ടിയമ്മയുടെയും ജീവിതകഥ. പാർവതിയുടെ ധീരമായ നിലപാടുകൾക്കും സന്തോഷകരമായ ജീവിതയാത്രയ്ക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇന്നലകളെ കാലത്തിന് വിട്ടുകൊടുക്കാം, നാളകളെ സ്വപ്നത്തോട് ചേർത്ത് വെക്കാം. ഇവ രണ്ടിനുമിടയിൽ നിശബ്ദമായി നിൽക്കുന്ന ഈ നിമിഷം, ഇതാണ് യഥാർത്ഥ ജീവിതം. ഈ ശ്വാസം, ഈ ഹൃദയമിടിപ്പ്, ഈ നിമിഷം, അതാണ് നമ്മൾ ജീവിക്കുന്ന ഏക സത്യം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.